ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തില് അവന് നൽകപ്പെടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിത വിളിയാണ് പൗരോഹിത്യത്തിലേക്കുള്ളത് എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ആദരണീയനായിട്ടുള്ള ജോർജ് മണലേലച്ചൻ പുരോഹിത വർഷത്തിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട്, പ്രീസ്റ്റ് ആസ് എ മാൻ. അതെ, ഓരോ പുരോഹിതനും മനുഷ്യനാണ്. മനുഷ്യന്റെ എല്ലാവിധ ജീവിത സാഹചര്യങ്ങളിലും സാധാരണ മനുഷ്യരുടെ എല്ലാ പ്രലോഭനങ്ങളിലും സാധാരണ മനുഷ്യന്റെ സ്വാഭാവിക ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാം ഒരു പുരോഹിതന്റെയും ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൽ പ്രത്യാശിച്ചുകൊണ്ടും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടും അതിജീവിക്കുവാനായിട്ട് തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു വൈദികന് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യുവാനുള്ള കാര്യം. ആ പുസ്തകത്തിൽ ജോർജ് മണലേലച്ചൻ പറയും, ഓരോ പുരോഹിതനും വൂണ്ടഡ് ഹീലറാണ് എന്ന് പറയും. വൂണ്ടഡ് ഹീലറാണ് പുരോഹിതൻ, ശുശ്രൂഷി. കാരണം അവൻ തന്നെ മുറിവേറ്റവനാണ്. മുറിവേറ്റവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇറങ്ങുകയും പുറപ്പെടുകയും ചെയ്യുമ്പോൾ ഓരോ പുരോഹിതന്റെയും ആത്മബോധത്തിന്റെ ഭാഗമാകേണ്ട കാര്യമാണ്, ഞാനും മുറിവേറ്റവനാണെന്നും മുറിവുള്ളവനാണെന്നും ഉള്ള ആത്മബോധത്തിൽ മാത്രമേ എളിമയോടെ, ശുശ്രൂഷ മനോഭാവത്തോടെ, ദാസരൂപത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ വൈദികന് സാധിക്കുകയുള്ളൂ. ഇതൊക്കെ മറക്കുന്നിടത്ത് ഞാനും മുറിവേൽക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണെന്നോ ഞാനും സൗഖ്യമാക്കപ്പെടേണ്ടതായിട്ടുള്ള വ്യക്തിയാണെന്നോ ഒക്കെ നമ്മൾ മറക്കുന്നിടത്ത് പുരോഹിതനും സമർപ്പിതയും ഒക്കെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ ശുശ്രൂഷയല്ല, ദാസരൂപമല്ല എന്നൊക്കെ ധരിക്കുവാൻ സാധ്യതയുണ്ട്. ഇത് തങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പുരോഹിതനെ ഓർമ്മപ്പെടുത്തുക, നീയും വൂണ്ടഡ് ഹീലറാണ് എന്നുള്ളത്. അതുകൊണ്ട് വിശ്വാസി സമൂഹം, പുരോഹിതൻ, എല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനായിട്ട് പുരോഹിതന് കഴിയുന്നിടത്ത് മാത്രമേ പുരോഹിതൻ എന്നും ഈ ശരിയായ ആത്മബോധത്തിൽ നിലനിൽക്കുന്നവനാവുകയുള്ളൂ. ശുശ്രൂഷയുടെ ദൗത്യമോ ആത്മീയ ശുശ്രൂഷയുടെ ദൗത്യമോ മറക്കാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിക്കാം.